ലോകം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടെങ്കിലും കേരളത്തിൽ മാത്രം CPM എന്തുകൊണ്ട് ഭരണത്തിൽ ഇപ്പോഴും തുടരുന്നു? അത്തരമൊരു അവസ്ഥയുടെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അവശേഷിക്കുന്നത് എന്നതിന്റെ ഉത്തരം വളരെ ലളിതമായി പറഞ്ഞാൽ, കുറ്റവാളികൾക്കും മാഫിയയ്ക്കും ആ പ്രസ്ഥാനം തണലാകുന്നത് കൊണ്ട് മാത്രമല്ല, ഒരിക്കലും ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തവർക്ക് അനധികൃത നിയമനങ്ങൾ ലഭിച്ചതുകൊണ്ട് കൂടിയാണ് എന്ന് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം അങ്ങനെ ജീവിതമാർഗം ഉണ്ടാക്കിയവർ തന്നെയാണ്. അർഹരായവരെയും കഷ്ടപ്പെട്ട് പഠിച്ചവരെയും പടിക്ക് പുറത്തു നിർത്തി അവർ ഉള്ളിൽ കയറി മനുഷ്യരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജോലി കൊടുത്തവർക്കും കുറ്റകൃത്യങ്ങളിൽ സംരക്ഷിച്ചവർക്കും വേണ്ടി അവർ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ MP നാരായണപിള്ള, അദ്ദേഹം അന്ന് അഴീക്കോടിനെ പട്ടി എന്നൊക്കെ വിളിച്ചു. പത്രങ്ങളുടെ മുൻ പേജുകളിൽ തന്നെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണത്. അദ്ദേഹം പറഞ്ഞു, പട്ടികൾ പലതരമുണ്ട്. കൊട്ടാരത്തിൽ രാജകീയമായി രാജാവിനേക്കാൾ സമൃദ്ധിയിൽ കഴിയുന്ന പട്ടികളുമുണ്ട്. വീട്ടുകാരിയുടെ കൂടെ കട്ടിലിൽ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന പട്ടികളുമുണ്ട്. എപ്പോഴും കുരച്ചുകൊണ്ട് കൂട്ടിൽ കിടക്കുന്ന ചില പട്ടികളുമുണ്ട്. വീട്ടിൽ പ്രവേശനമില്ലാത്ത പട്ടികളുമുണ്ട്. കുരയ്ക്കുക മാത്രം ചെയ്യുന്ന ഭീരുക്കളായ നായ്ക്കളുമുണ്ട്. കടിക്കുന്ന നായ്ക്കളും പേ പിടിച്ച നായ്ക്കളുമുണ്ട്. ഏറുകൊണ്ട് ഓടുന്ന നായ്ക്കളുണ്ട്. നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടും. കുരയ്ക്കുക, കടിക്കുക, ഭക്ഷണം കഴിക്കുക എന്നീ 3 കാര്യങ്ങളല്ലാതെ വേറെ കർത്തവ്യങ്ങൾ ഒന്നും അവയ്ക്കില്ല. വളർത്തുന്നവരോടുള്ള കൂറിന്റെ കാര്യത്തിൽ മറ്റു പാർട്ടികൾ അവരെ കണ്ടുപഠിക്കുക തന്നെ വേണം. ഒരിക്കൽ കണ്ണൂരിൽ ചാവശ്ശേരി CPM സമരക്കാർ ബസ് കത്തിച്ച് അതിൽ 3 പേർ മരണപ്പെടുകയുണ്ടായി. ആളുകളെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്ന ഇജാതി സമരം നടത്തിയ പാരമ്പര്യമുള്ള CPMന് ആ പാവങ്ങളായ ആശാവർക്കന്മാരുടെ സമരം കാണുമ്പോൾ പുച്ഛമാണ് അത്ര തോന്നുന്നത്. 1967 EMS സർക്കാരാണ് KSRTCയെ കമ്പനിയായി മാറ്റുന്നത്. അന്ന് ഗതാഗത മന്ത്രി ഇമ്പിച്ചി ബാവയായിരുന്നു. അന്ന് അനധികൃത നിയമനത്തിലൂടെ ഒട്ടേറെ CPM പാർട്ടി അനുകൂലികളെയും ഇഷ്ടക്കാരെയും KSRTCയിൽ ജോലിക്കാരായി അദ്ദേഹം നിയമിച്ചു. മുഴുവൻ നേരിട്ടുള്ള നിയമനങ്ങൾ തന്നെയായിരുന്നു. അതായത് PSC വഴി പിന്നീടാണ് നിയമനം വരുന്നത് എന്നർത്ഥം. 1969 EMS സപ്തകക്ഷി മന്ത്രിസഭ തകർന്നു. CPI ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടിലൂടെ അച്യുത മേനോൻ മന്ത്രിസഭ നിലവിൽ വന്നു. KM ജോർജ് ആയിരുന്നു പുതിയ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റത്. അനധികൃത നിയമനം വഴി നേടിയ 800-ലധികം പേരെ പുതിയ സർക്കാർ പിരിച്ചുവിട്ടു. അതിനെതിരായി CPM പിന്തുണയോടെ CITU സമരം തുടങ്ങി. നാടെങ്ങും ആക്രമണങ്ങൾ അരങ്ങേറി. ട്രാൻസ്പോർട്ട് സമരം എന്നറിയപ്പെട്ട ഈ സമരത്തിലാണ് ആദ്യമായി അള്ള് പരീക്ഷിക്കപ്പെടുന്നത്. ബസ്സുകളുടെ ടയറും ട്യൂബും ഒക്കെ കുത്തിക്കീറി നാശമാക്കാൻ ഇതിനേക്കാൾ മാരകമായ വേറെ ആയുധം ഒന്നും പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല. അധികാരം നഷ്ടപ്പെട്ടതിൽ നിരാശരായ CPM അണികൾ അച്യുതമേനോൻ സർക്കാരിന്റെ അന്നത്തെ ആ കാലത്ത് വൻ അക്രമങ്ങളാണ് നാട്ടിലെങ്ങും അഴിച്ചുവിട്ടത്. റോഡിൽ സർക്കാർ ബസ്സുകൾ ഇറക്കാൻ സമ്മതിക്കില്ല എന്നും ഇറക്കിയാൽ തീവച്ച് നശിപ്പിക്കും എന്നും CPM വക മുന്നറിയിപ്പ് എത്തി. റോഡ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന അഴീക്കോടൻ രാഘവനാണ് സമരത്തിന് അന്ന് ആഹ്വാനം ചെയ്തത്. ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ആരും യാത്ര ചെയ്യരുത് എന്ന മൈക്ക് കെട്ടി പ്രചാരണങ്ങളും നടന്നു. എന്നാൽ അതൊന്നും കൂട്ടാക്കാതെ മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് ആക്രമിക്കാനും തീയിടാനും സമരക്കാർ പദ്ധതിയിട്ടു. 19-ാം മൈലിനും കളറോഡിനും ഇടയിലുള്ള വിജനമായ ഇടമായിരുന്നു അതിനായി അവർ തിരഞ്ഞെടുത്തത്. ഇരിട്ടിയിൽ നിന്നുള്ള അവസാന ബസ്സിനെ ആക്രമിക്കാൻ ആക്ഷൻ പ്ലാൻ അവർ ഉണ്ടാക്കി. ബസ് തടഞ്ഞ് ഡോറ് തുറന്ന് പെട്രോൾ ഒഴിച്ച് അവർ തീ കൊളുത്തി. ഒറ്റ ഡോർ മാത്രമാണ് അക്കാലത്ത് ബസ്സുകൾക്കുണ്ടായിരുന്നത്. ഈ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാത്ത ആക്രമണത്തിൽ യാത്രക്കാർ പകച്ചു നിന്നു പോകുകയായിരുന്നു. എന്താണെന്ന് മനസ്സിലാക്കും മുമ്പേ തന്നെ ബസ് അഗ്നിക്കിരയാകുകയായിരുന്നു. രക്ഷപ്പെടും മുന്നേ ആ ഒറ്റ വാതിലും അടയ്ക്കപ്പെട്ടു. ചിലർ ജനലുകളിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഡോറിന് സമീപത്തുണ്ടായിരുന്നവർ ബസ്സിനൊപ്പം കത്തിയമരുകയായിരുന്നു. ഒരാൾ സംഭവ സ്ഥലത്തും മറ്റു 3 പേർ തുടർന്നുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിലും മരണത്തിന് ഇരയായി. കൊലയാളികൾ ഇന്ന് നമ്മുടെ നാട് ഭരിക്കുകയാണ്. ആരും ജയിലിൽ കിടക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് നന്ദി കാട്ടാതിരിക്കുക എന്നോർക്കണം. എങ്ങനെ യജമാനന്മാർക്ക് വേണ്ടി അവർ കുരയ്ക്കാതിരിക്കും? ഇതുവരെ 40,000 കോടിയുടെ പൊതുമുതൽ അവർ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.